അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹുദൈബിയ സന്ധിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അതിലെ രാഷ്ട്രീയ നയതന്ത്ര ഏടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സത്യത്തിൽ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. ഹുദൈബിയ സന്ധിയുടെ നാനാവശങ്ങളെക്കുറിച്ചുമുള്ള നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് മാത്രം പ്രാധാന്യവും പ്രസക്തിയും അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഈ യാത്രയിലെ നബിയുടെ ഓരോ നീക്കങ്ങളും നബിയുടെ ഓരോ തീരുമാനങ്ങളും സന്ധിയിലെ ഓരോ വ്യവസ്ഥകളും ഇതോരോന്നും സത്യത്തിൽ സത്യവിശ്വാസികളായ ആൾക്കാർ ശരിക്കും അടുത്ത് നിന്ന് പഠിക്കേണ്ടതുണ്ട്. കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1400 സഹാബിമാരും ഉംറ ചെയ്യാൻ വേണ്ടി വന്നു. ശത്രുക്കൾ അവരെ തടഞ്ഞു. ഈ പ്രാവശ്യം നിങ്ങൾ ഇങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഷാഠ്യം പിടിച്ചു. അതുകൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നു. പിന്നെ അടുത്ത വർഷം വന്ന് ഉംറ നിർവഹിച്ചു. ഇങ്ങനെ ഏതാനും വാചകങ്ങളിലേക്ക് ചുരുക്കിക്കെട്ടാൻ ഒരിക്കലും പറ്റാത്ത ഒരു സംഭവമാണ് ഹുദൈബിയ സന്ധി. അതുകൊണ്ട് തന്നെ എങ്ങനെയെല്ലാമാണ് ഈ സന്ധി മുസ്ലിങ്ങൾക്ക് അനുകൂലമാകുന്നത്, എന്തുകൊണ്ട് ഈ സന്ധി മുസ്ലിങ്ങൾക്ക് പ്രതികൂലമല്ല, അത് നമ്മൾ ഓരോരുത്തരും ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയം എന്ന് പറയുന്നത് ഈ സന്ധി വിജയമായിരുന്നു എന്നാണ് നമ്മുടെ വാദം. അതുതന്നെയാണ് ശരിയും. അത് വിജയമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഈ സന്ധിക്ക് തയ്യാറായതിലൂടെ, ഈ സന്ധിയിൽ ഏർപ്പെട്ടതിലൂടെ മക്കായിലെ അഹങ്കാരികളായ മുശ്രിക്കീങ്ങൾ ഖുറൈശികളെ ഒരു ശക്തിയായി അംഗീകരിച്ചു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് അവർ യുദ്ധത്തിന് തയ്യാറായത്? എന്തുകൊണ്ടാണ് അവർ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയോ നബിയുടെ മതത്തെയോ നബിയുടെ അനുയായികളുടെ നിലനിർത്തിനെയോ ഒന്നും അവർ അംഗീകരിച്ചു തരുമായിരുന്നില്ല. ഒരു ഷെയ്ആയിട്ട്, ഒരു വിഷയമായിട്ട്, ഒരു എതിർ കക്ഷിയായിട്ടെങ്കിൽ പോലും അവർ മുസ്ലിങ്ങളെ ഇതുവരെയും അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു സന്ധിയുടെ, ഒരു കരാറിൻ്റെ അടിയിൽ രണ്ട് കക്ഷികളുടെ പേരിൽ ഒപ്പ് വീണതോടുകൂടെ ഖുറൈശികൾ മുസ്ലിംകളെ, അതായത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തെ അറേബ്യയിലെ ഒരു പ്രബല കക്ഷിയായി നെഗോഷിയേഷൻസ് നടത്താനുള്ള വ്യവസ്ഥകളിൽ ഏർപ്പെടാനുള്ള, സന്ധികളിൽ ഏർപ്പെടാനുള്ള അതിന് മാത്രം പോന്ന ഒരു വലിയ സമൂഹമായി മുസ്ലിമീങ്ങളെ അംഗീകരിച്ചു. ഇത് ഹുദൈബിയ സന്ധിയുടെ ഒന്നാമത്തെ വിജയങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഖുറൈശികൾ തത്വത്തിൽ തങ്ങളിലേക്ക് ചുരുങ്ങി എന്നതാണ്. നോക്കൂ, തൊട്ടു മുമ്പുണ്ടായ സംഭവം അഹ്സാബ് യുദ്ധമായിരുന്നു. അഹ്സാബ് യുദ്ധത്തിൻ്റെ ആകെത്തുക എന്താണ്? അറേബ്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മേൽക്കോയ്മ തങ്ങൾക്കാണ്. അറേബ്യയിലെ വിവിധ ദൈവങ്ങളെ വിശ്വസിക്കുന്നവർ, അറേബ്യയിലെ പിടിച്ചുപറിക്കാർ, വഴികവർച്ചക്കാർ, ബനു ഖത്ഫാൻ ഗോത്രക്കാർ തുടങ്ങിയ ആൾക്കാരുടെ എല്ലാം സുരക്ഷ തങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ്. ആയതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് കേവലം മക്കയിലെ ഒരു കുടുംബമായ ഖുറൈശികൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ആബാലവൃദ്ധം അറബ് ജനതയ്ക്ക് വേണ്ടിയാണ് എന്ന ഒരു പ്രതീതിയിലായിരുന്നു അവർ അഹ്സാബ് യുദ്ധത്തിന് തയ്യാറായത്. പക്ഷേ ഇപ്പോൾ അവർ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആ കുടുംബങ്ങൾക്കോ പ്രാകൃതരും പ്രാദേശികവുമായ അറബ് ജനതകൾക്കോ വേണ്ടി അല്ല കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്, മറിച്ച് അവരിപ്പോൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ്. ഖുറൈശികൾ എന്ന് സന്ധിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്.
മുഹമ്മദ് നബിയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ഒരു വിഭാഗമാണ്, ഖുറൈശികളും ഖുറൈശികളോടൊപ്പമുള്ളവരും മറ്റൊരു വിഭാഗമാണ് എന്നാണ് കരാറിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. ആയതുകൊണ്ട് കരാറിൻ്റെ രണ്ടാമത്തെ വിജയം ഖുറൈശികൾ അവരുടെ ഉള്ളിലേക്ക് ചുരുങ്ങി എന്നതാണ്. അത് രണ്ടാമത്തെ ഒരു വിജയം. മൂന്നാമത്തെ വിജയം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൻ്റെ വാശി എന്താ, ഇസ്ലാമിൻ്റെ നയം എന്താ? ഇസ്ലാമിൻ്റെ നയം എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ആയുധം കാട്ടി മുസ്ലിമീങ്ങളാക്കി മാറ്റുക എന്നല്ല. അത് ആ കാലത്തും പിൽക്കാലത്തും നമ്മുടെ ഇന്നത്തെ കാലത്തുമൊക്കെയുള്ള ചില അറിവില്ലാത്തവരുടെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഇസ്ലാമിൻ്റെ നയം എന്താണെന്ന് ചോദിച്ചാൽ, ഫമൻ ഷാ അ ഫല്യുമിൻ വമൻ ഷാ അ ഫല്യക്ഫുർ. വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നവർ അവരങ്ങനെ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്തവർ അവർ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്നതാണ്. അപ്പോൾ ഇത് രണ്ടും, ഈ രണ്ട് അനുവദിച്ചു കൊടുക്കുന്ന ഈ രണ്ട് സ്വാതന്ത്ര്യങ്ങൾക്കും എന്താ വേണ്ടത്? ജനങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കുവാനും ജനങ്ങൾക്ക് സ്വന്തമായി ആലോചിക്കുവാനും തീരുമാനമെടുക്കുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അതാണ് ഇസ്ലാമിന് വേണ്ടത്. ഇസ്ലാം ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിന് വേണ്ടിയാണ് സത്യത്തിൽ ഫൈറ്റ് ചെയ്യുന്നത്. അത് ഹുദൈബിയ സന്ധിയിലൂടെ ലഭ്യമായി കഴിഞ്ഞു. അതാണ് ഹുദൈബിയ സന്ധി വിജയമാണ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ന്യായം. കാരണം ഈ സന്ധിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മുഹമ്മദിൻ്റെ കൂടെ നിൽക്കുവാൻ, മുസ്ലിമീങ്ങളുടെ കൂടെ നിൽക്കുവാൻ ആരുദ്ദേശിക്കുന്നുവോ അവർക്ക് അങ്ങനെയാകാവുന്നതാണ്. ഖുറൈശികളുടെ സഖ്യത്തിൽ നിൽക്കുവാൻ ആരുദ്ദേശിക്കുന്നുവോ അവർക്ക് അങ്ങനെയും ആകാവുന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കുമുള്ള സ്വാതന്ത്ര്യം നൽകിയെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ആ സ്വാതന്ത്ര്യം അതുവരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കരാറിൻ്റെ വിവരം പുറത്ത് വന്ന അതേ നിമിഷത്തിൽ തന്നെ മഹാനായ നബിയോട് പണ്ടേ കൂറും സ്നേഹവുമുള്ളവരായിരുന്ന ബനു ഖുസാഅക്കാർ ഞങ്ങൾ കൂട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്ഷക്കാരാണ് എന്ന് പ്രഖ്യാപിച്ചത്. മറുവശത്ത് ബനു ബക്കർ ഗോത്രക്കാർ, അത് ബനു ഖുസാഅയും ബനു ബക്കറും പണ്ട് കാലം മുതലേ നിത്യമായ വളരെ ഗുരുതരമായ ശത്രുതയിലാണ്. അതിൻ്റെ പേരിലാണ് ഖുസാഅ എന്ത് ചെയ്താലും ബക്കർ അതിനെതിരുണ്ടാവും, ബനു ബക്കർ എന്ത് ചെയ്താലും ഖുസാഅ അതിനെതിരായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു സ്ഥലത്ത് ചിന്തിക്കുവാനും സ്വന്തം താല്പര്യം നിർണയിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയെന്നതാണ് രണ്ടാമത്തേത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.